പച്ചക്കറികളുണ്ടോ കൂട്ടുകാരെ? ഇതാണ് ഞാൻ ഉണ്ടാക്കിയ കക്കിരി. എല്ലാവരും പറയുന്നുണ്ട് കക്കിരിയിലൊക്കെ ഒരുപാട് കായ ഉണ്ടാവുമെന്ന്. പക്ഷെ ഞാനൊന്ന് വള്ളി ഇത്രയായിന്, ഒന്നും കായ ഉണ്ടായില്ല. പൂവൊക്കെ ഉണ്ട്. പിന്നെ ഒരു ചെറിയ കായ അതവിടെ കണ്ട്, ചെറിയ 2 കായ അവിടെ വരുന്നുണ്ട്. ചെറുതൊക്കെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ കക്കിരിമി കായ പിടിച്ച് വരുന്നുണ്ട്. ഞാൻ ഇപ്പോഴാണ് ഫോട്ടോ എടുക്കുന്നവരാണിത് കണ്ടത് കേട്ടോ. എന്നാൽ ഇതാണ് എൻ്റെ കക്കിരി. പിന്നെ എൻ്റെ തക്കാളിയാണിത്. എല്ലാവരും പറയും തക്കാളി മേലൊക്കെ കൊല കുത്തി കായ ഉണ്ടാവുമെന്ന്. പക്ഷെ ഞാൻ ഉണ്ടാക്കിയിട്ട് കൊല കുത്തിയൊന്നും ഉണ്ടായില്ല. പൂവ് ഇങ്ങനെ ഇട്ട് വരുന്നുണ്ട് ചെറുതായിട്ട്. അത് കരിഞ്ഞും പോകുന്നുണ്ട്, എന്താണെന്നറിയില്ല. എൻ്റെ പയർ, ഇതും എൻ്റെ തക്കാളി. ഇതിലും പൂവാണ്, പൂവുണ്ട്. ചെറിയ ചെറിയ പൂക്കളുണ്ട്, എന്നിട്ടേ ഉള്ളൂ. എന്താണെന്നറിയില്ല. പച്ചക്കറി ഉണ്ടാക്കിയ കൊല കുത്തി പൂ പിന്നെ തക്കാളി ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്. പക്ഷേ അതൊന്നും കാണുന്നില്ല. ഉണ്ടാവുമായിരിക്കും, നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാണ് എൻ്റെ ചീര. ഇതിൽനിന്ന് ഞാൻ കുറേ ചീര മുറിച്ചെടുത്ത്. ഒരു ചട്ടിയിൽ ചീര ഉണ്ടാക്കിയാൽ മതി കൂട്ടുകാർ. ഒരു കറിക്കുള്ളതും കിട്ടും, ഉപ്പേരിക്കുള്ളതും കിട്ടും. പിന്നെ ഇത് പയർ, ഇത് വാളം പയർ എന്ന് പറയും. 2 കായ വലുതായിട്ടുണ്ടായി വന്നിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടാവുന്ന ആയിട്ടേ ഉള്ളൂ. ഇതാണ് എൻ്റെ പച്ചമുളകിൻ്റെ മരം, വലിയ മരമാണ്. ഇവിടുത്തെ മൂപ്പനാണിത്, ഇവിടുത്തെ മൂപ്പന്മര. വലുത് ഒരുപാട് കായ പറിച്ചു. ഇനിയൊക്കെ പൂക്കൾ വന്നുകൊണ്ട് നിൽക്കുകയാണ്. ചെറിയ ചെറിയ കായകളേ ഉള്ളൂ. പിന്നെ എൻ്റെ വഴുതിനിങ്ങയാണ്. ഒരുപാട് കായ ഞാൻ പറിച്ച്. കഴിഞ്ഞ കൊല്ലത്തെ ഒരു മരമാണിത്. അത് ഉണങ്ങിപ്പോയിട്ട് രണ്ടാമത് വെട്ടി ശരിയാക്കിയിട്ട് കമ്പ് കുളിർപ്പിച്ച് നന്നാക്കി ഉണ്ടാക്കിയപ്പോൾ നല്ലോണം പൂവിട്ടിട്ടുണ്ട്. ഒരു 10-15 എണ്ണം ഇതിൽ നിന്ന് പറിച്ചെടുത്തിട്ടുണ്ട്. ആഴ്ചയിൽ 2 3 ഒക്കെ ആയിട്ട്. ഇപ്പോൾ നല്ല വീണ്ടും പൂവിടുകയാണ്. അങ്ങനെ എല്ലാവരും മുറ്റത്തൊക്കെ ഒരു പച്ചക്കറി ചെറുതായിട്ട് ഉണ്ടാക്കിയാൽ മതി. ചെറുതായി ഉണ്ടാക്കിയാൽ നമുക്ക് അത് ചെറിയ ചെറിയ ഉപ്പേരികൾ ഉണ്ടാക്കാനും, പെട്ടെന്ന് പോയി ഞാൻ ചോറുണ്ടാക്കുന്നേരോ പോയിട്ട് ചീരേൻ്റെ ഇലയോ അല്ലെങ്കിൽ ഒരു പിന്നെ പയറിൻ്റെ ഇലയോ, ഈ പയറിൻ്റെ ഇലയൊക്കെ അതങ്ങനെ മുറിച്ചിട്ട് ഉപ്പേരി വെക്കാം. 2 ഇല, ഒരു 10 ഇല എടുത്തിട്ട് ഉപ്പേരി വെക്കാം. അങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി. ഓക്കേ. മുറ്റത്ത് നട്ടതാണ്. അത് ചീരയാണേ. ഈ ചീരമെന്ന് ചെറിയ ചീരയായിരുന്നു, ഞാൻ പറിച്ചെടുത്തതാണ്. കുറച്ച് പൊട്ടിച്ചെടുത്തതാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇത് 2-3 ഒരു 10 രൂപേൻ്റെ വിത്ത് വാങ്ങിയാൽ മതി. 10 രൂപേൻ്റെ പിന്നെ ഇത് വെള്ളരീൻ്റെ വിത്ത്, വത്തക്കേൻ്റെ വിത്ത്, പിന്നെ കക്കിരി വിത്ത്, ഇതൊക്കെ പാടെ വാങ്ങിയിട്ട് കുറേശ്ശെ ചട്ടിയിൽ വെച്ചാൽ മതി. എല്ലാവരും മുറ്റത്ത് ചെടീൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇതും കൂടെ ആയാൽ നല്ലൊരു രസമല്ലേ. ഓക്കേ.